സൂംബയുടെ പേരിൽ കായിക താരങ്ങളെ അധിക്ഷേപിക്കുന്നവർ മാപ്പ് പറയണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിവാദങ്ങൾക്കിടയിൽ സൂംബ ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സംഘടിപ്പിച്ച ഫ്ളാഷ് മോബിനെത്തി മന്ത്രി ഐക്യദാർഢ്യം അറിയിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട ആശങ്ക ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന നിലപാട് പ്രതിപക്ഷം ഇന്നും ആവർത്തിച്ചു. അതിനിടെ വിവാദം തള്ളി KNM രംഗത്തെത്തി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന തീരുമാനത്തിൽ എതിരഭിപ്രായമുണ്ടെങ്കിൽ പ്രകടിപ്പിക്കാം. എന്നാൽ അക്കാദമിക കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ആകെ തന്നെ, കായിക താരങ്ങളെ ആകെ തന്നെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അങ്ങനെ ആക്ഷേപം പറഞ്ഞവർ അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ഞാൻ പറയുകയാണ്. ബോധപൂർവം വർഗീയ നിറം കൊടുത്തുകൊണ്ട് ഒരു മതേതരത്വത്തിന് യോജിക്കാത്ത രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞാൽ അത് അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറല്ല. വിവാദങ്ങൾക്കിടയിൽ സൂംബ ഇൻസ്ട്രക്ടർമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ഉജ്ജ്വലമായ ചുവടുവെപ്പ് ആരോഗ്യമുള്ള നാളേക്കായി എന്ന ക്യാപ്ഷനിലാണ് കുട്ടികളെ പങ്കെടുപ്പിച്ച് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചത്. അതേസമയം സൂംബയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചർച്ച നടത്തി പരിഹരിക്കണമെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു. സ്കൂളുകളിൽ ഇതിന്റെ പേരിൽ ഇനി തമ്മിലടിയും പ്രശ്നങ്ങളും ഉണ്ടാകാൻ പാടില്ല. ദുരഭിമാനം വെടിഞ്ഞ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക, അതൊന്നും ശരിയായ നിലപാടല്ല. സൂംബ വിവാദത്തിൽ മുസ്ലിം മത സംഘടനകൾ ജാഗ്രത കാണിക്കണമായിരുന്നുവെന്ന് KNM പറഞ്ഞു. ഇങ്ങനെ തോന്നുന്നവരെല്ലാം ഇതിൽ ഈ ചർച്ച വലുതാക്കി മുസ്ലിം സമൂഹത്തിന് ഒന്നായിട്ട് ബാധിക്കുന്ന എന്തൊരു പ്രശ്നമാണ് എന്ന് വരുത്തി തീർത്തി തമ്മിൽ ഏറ്റുമുട്ടുന്ന ദുഃഖകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.